ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി തീ പോലും കത്തിക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവൻ വേണ്ട, മുട്ട വേണ്ട, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ആപ്പിനെ പരിചയപ്പെടാം. ഇന്ത്യയിലെ നമ്പർ 1 റീസെല്ലർ ആപ്പായ മീഷോ ആപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ജോലിയുള്ള ആൾക്കായാലും ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആർക്കായാലും നമുക്ക് സൈഡായിട്ട് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മീഷോ ആപ്പ് വഴി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മീഷോ ആപ്പ് വർക്ക് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ കമൻറ്റ് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. അപ്പോൾ അത് സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. അപ്പം OTP വാട്സപ്പ് വഴിയും വരും, SMS വഴിയും വരും. അപ്പോൾ ഞാൻ വാട്സപ്പ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ OTP വന്നത് വാട്സപ്പിലാണ്. അതിനുശേഷം OTP അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ ആക്കാം. അപ്പോൾ വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ മീഷോ ആപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ വരും. അതുപോലെ നമുക്ക് ഏത് ലാംഗ്വേജാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ മീഷോ ആപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇതാണ് കാണിക്കുക. ഇവിടെ കുറേ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഏത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കാനുള്ള സെർച്ച് ഓപ്ഷനും മുകളിലുണ്ട്. മീഷോ ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് താഴെ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഒരു 6 വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ മീഷോ ആപ്പിനെ കുറിച്ചിട്ടെല്ലാം ഈ ഒരു 6 വീഡിയോസിൽ പാർട്ടായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളൊന്ന് കണ്ടിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ താഴെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. 3 ദിവസത്തിനുള്ളിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പോൾ കാര്യമായിട്ട് ചെയ്യുന്നവരൊക്കെ അതൊക്കെ പഠിച്ചിട്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മീഷോ ആപ്പ് വഴി എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമറിന് സാധനം അയച്ചു കൊടുക്കാമെന്ന് നോക്കാം. അപ്പം ഏത് സാധനമാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കുർത്ത സെറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യും. ഇതിൽ വാച്ചസ് ഉണ്ട്, ബോയ്സ് ആണെങ്കിൽ ഷൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാം. അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ സാധനം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഇതുപോലെ ഷെയർ നോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിൽ നമുക്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യം അവർക്ക് ഫോട്ടോ ആണ് പോവുക. പിന്നെ നമ്മൾ ബാക്ക് അടിച്ചിട്ട് മീഷോയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ക്രിപ്ഷനും അവർക്ക് സെൻഡായി പോവും. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ഓക്കെ ആണ്, അവർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബാക്ക് ചെയ്തിട്ട് മീഷോയിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്നിട്ട് ആഡ് ടു കാർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് ഏത് സൈസാണോ വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കും. അപ്പോൾ സൈസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത് കാർട്ടിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ മുകളിൽ കാണുന്നില്ലേ 1 എന്നുള്ളത്, അപ്പോൾ കാർട്ടിലുള്ള സാധനം അവർക്ക് വേണ്ടി ഓർഡർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് വേണ്ട പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഇനിയാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ക്യാഷ് ടു കളക്ട് ഫ്രം കസ്റ്റമർ. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എത്ര ക്യാഷാണ് വാങ്ങിക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് 660 റുപ്പീസാണ് വില വരുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ ഇതിൽ കമ്മീഷൻ വേണ്ടത് അതും കൂടി പ്ലസ് ചെയ്തിട്ട് വേണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 800 ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കമ്മീഷൻ വേണ്ടതെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ പ്ലസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 140 റുപ്പീസാണ് കമ്മീഷൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് പ്രൊസീഡ് ചെയ്ത് പോയാൽ ഷിപ്പിംഗ് അഡ്രസ്സ് ചോദിക്കും. ഈ ഒരു മാർജിൻ ത്രൂ നമുക്ക് മീഷോ ആപ്പ് വഴി നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയതിന് ശേഷം ഇതുപോലെ ഷിപ്പിംഗ് അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ അവരെ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ നെയിം, ഫോൺ നമ്പർ, ഫ്ലാറ്റ് ഹൗസ്, സിറ്റി ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവർക്ക് വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യാം.
ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാം. നമ്മളിത് അയച്ചു കൊടുക്കുന്നത് മീഷോ ആപ്പ് വഴിയാണെന്ന് അവരറിയാനൊന്നും പോകുന്നില്ല. അവരുടെ കയ്യിൽ സാധനം കിട്ടിയാലും മീഷോ ആപ്പ് വഴിയാണ് നമ്മളിത് ചെയ്തതെന്നൊന്നും ഒരിക്കലും അവരറിയാൻ പോകുന്നില്ല. നിങ്ങളുടെ കസ്റ്റമറിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മീഷോക്കാരനെ വന്നിട്ട് എടുത്തോളും, റീഫണ്ടും ലഭിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ ഒരു 10 ദിവസത്തിനുള്ളിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. ഇവിടെ ഈ അക്കൗണ്ട്സ് എന്നുള്ള സ്ഥലത്ത് നമ്മുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്ത കാറ്റലോഗ്സ് കാണുന്നുണ്ടെങ്കിൽ മൈ ഷെയർഡ് കാറ്റലോഗ്സ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് മൈ അക്കൗണ്ടിൽ. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഒരു റെഫർ ആൻഡ് ഏൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മീഷോ ആപ്പ് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സെറ്റിങ്സ് അവിടെ കാണിക്കുന്നുണ്ട്. ടാപ്പ് ടു ഇൻവൈറ്റ് ഫ്രണ്ട്സ്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. താഴെയുണ്ട് പിന്നെ നമുക്ക് മീഷോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മീഷോക്കാരോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ താഴെ അതിനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ട്. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ മീഷോ വഴി സെയിലൊക്കെ നടത്തുകയാണെങ്കിൽ സെയിൽസിനനുസരിച്ചിട്ട് ഒരു വീക്ക്ലി ബേസിൽ നമുക്ക് ബോണസൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കസ്റ്റമറിന് നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീഫണ്ടും ലഭിക്കും. അപ്പോൾ ഇതാണ് മീഷോ ആപ്പ്. നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഒരു സൈഡായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മീഷോ ആപ്പ് എന്ന് പറയുന്നത്. ഇതെന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കോഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് വെച്ചിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രെഡ് വെച്ചിട്ടുള്ള റൗണ്ട് കേക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 12 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മിൽക്ക് ബ്രെഡാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം. അന്നത്തെ ബ്രെഡ് കേക്കിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു. വീറ്റ് ബ്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഈ ബ്രെഡിൻ്റെ 12 സ്ലൈസ് ബ്രെഡിൻ്റെയും അരിഭാഗം മുറിച്ച് കളയണം. എന്നിട്ട് 4 ബ്രെഡ് ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കുക. ഇതിൻ്റെ നടുവിലൊന്നും പുരട്ടിയിട്ടില്ല, ജസ്റ്റ് ജോയിൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒരു ബൗൾ, ഒരു നല്ല റൗണ്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അത് കമഴ്ത്തി കൊടുക്കുക. ഈ ഒരു സൈസിൽ ഒതുങ്ങുന്നതായിരിക്കണം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡ് ഭാഗം കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് റൗണ്ട് തന്നെ കിട്ടും. ഇതാണ് നമ്മുടെ ഒരു ലെയർ കേക്കിൻ്റെ. ഇതുപോലെ തന്നെ നമ്മൾ 3 ലെയർ ആയിട്ടോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബാക്കി 2ഉം ചെയ്തെടുക്കാം. സെയിം ബൗൾ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതേ സൈസിൽ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ മാക്ടോപ്പിൻ്റെ ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായി കിട്ടുന്ന വരെ തന്നെ നമുക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീമിൽ ഐസിങ് ഷുഗറിൻ്റെയോ വാനില എസൻസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ടേൺ ടേബിളിൻ്റെ പുറത്ത് കുറച്ച് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ബ്രെഡ് ജോയിൻ ചെയ്ത് വെക്കുന്നതല്ലേ, അപ്പോൾ അത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അത് നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് നല്ലോണം ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് ഷുഗർ സിറപ്പാണ് ഈ ഒരു കേക്കിനെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ നല്ലോണം ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പുറത്ത് നല്ല ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലെയർ ഞാൻ ഇപ്പോൾ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ക്രീം തേച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് വെച്ചതല്ലേ, അപ്പോൾ അത് തെന്നിപ്പോവാതെ നല്ല വൃത്തിക്ക് ഒരു ലെയർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും മൂന്നാമത്തെ ലെയറും നന്നായിട്ട് തന്നെ വൃത്തിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. താഴെ ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അത് ഒട്ടി അവിടെ ഇരുന്നോളും. വിടവൊന്നുമില്ലാതെ നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് നല്ലോണം ഷുഗർ സിറപ്പ് ആക്കിയിട്ടാണ് ക്രീം ആക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മൂന്നാമത്തെ ലെയർ വെക്കുക, ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ക്രീം വെച്ചിട്ട് നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്, സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ.
ഇതുപോലെ ഫുള്ളായിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. മാക്സിമം നന്നാക്കിയിട്ട് നീറ്റാക്കിയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കും. അതിനുശേഷം എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ സൈഡിലോട്ട് ഡ്രിപ്പ് ചെയ്യുന്ന പോലെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കുകയാണ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട്. ചോക്ലേറ്റ് മെൽറ്റാക്കുന്നതും ഗണാഷിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം. ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നടുവിലും ചോക്ലേറ്റ് സിറപ്പാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ ചെയ്യുന്നത് പോലെ ചെറീസ് കട്ട് ചെയ്തതും ചോക്ലേറ്റും നടുക്കുവാണെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത്. താഴ്ഭാഗത്ത് ആ റോസറ്റ് വരക്കുന്ന നോസിൽ വെച്ചിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലും ചെറിയ റോസറ്റ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രെഡ് വെച്ചിട്ടാണെങ്കിലും വലിയ ടേസ്റ്റിന് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയാണ്. ചോക്ലേറ്റൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ജോയിൻ ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ക്രീം വീട്ടിലുണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുക്കാം. പിന്നെ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ആ ലിങ്ക് വെച്ചിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്